അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പുതിയൊരു സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ ആ സർവൈവൽ സീരീസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് നൈസിൽ ഞാൻ ഹാർഡ് കോർ സീരീസൊക്കെ തുടങ്ങിയിരുന്നു. എൻ്റെ ഹാർഡ് കോർ സീരീസ് ഞാൻ നൈസിൽ ഡെഡ് ആയിട്ടുണ്ട്. ഡെഡ് ആയതുകൊണ്ട് തന്നെ പുതിയൊരു സർവൈവൽ സീരീസ് ഞാൻ തുടങ്ങാൻ പോവാണ്. സോ ഫസ്റ്റ് കിട്ടിയ സ്പോൺ ഇതാണ്. സോ ഇത് ഓക്കെ, അവിടെ ഒരു മറ്റേ ചെറിയ ബ്ലോസം ഉണ്ട്. സോ ഇത് നമുക്ക് ഇപ്പോൾ കോഡിനേറ്റ്സ് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേക്കാം. സോ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതുപോലത്തെ ഇതിനൊക്കെ ഷീറ്റ്സിനൊക്കെ കൊന്നിട്ട് പരിപാടി തുടങ്ങാം. നല്ലൊരു പ്ലെയിൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. സോ നമ്മൾ ഒരു സ്പോണിൽ തന്നെ ബേസൊക്കെ സെറ്റ് ചെയ്യും. ഗൈസ് നമുക്ക് വൂളായതുകൊണ്ട് നമുക്ക് വുഡ് എടുക്കാൻ പോവാം. ഗൈസ് നമ്മൾ ബെഡും ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ആവശ്യത്തിനുള്ള വുഡും സ്റ്റോണൊക്കെ വേണ്ട. രാത്രിയായി നമുക്കൊന്ന് ഫസ്റ്റ് നൈറ്റ് അങ്ങ് സ്കിപ്പ് ചെയ്ത് നോക്കാം. രാത്രി ആവട്ടെ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീടിൻ്റെ സ്പോൺസറാണ് വെബ്സോബത്താണ്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടാണ്. അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ ഇടയിലുണ്ട് ഞാനൊരു ഷെയ്ഡർ ഇട്ടിട്ടുണ്ട്. സോ വാട്ടർ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും, പക്ഷേ റണ്ടർ ഡ്രാഗൺ സീനായതുകൊണ്ട് ഷെയ്ഡറൊന്നും നമ്മുടെ ബെഡ്റോക്ക് എഡിഷനിൽ ഇപ്പോൾ നടക്കില്ല. നമുക്കൊരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അയൺ ഫാം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ നമുക്ക് അതങ്ങ് കണ്ടുപിടിച്ചേക്കാം. എനിക്ക് ഇവിടെ ലാവാ പൂള് കിടക്കുന്നുണ്ട്. സോ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് വേണ്ടി വരും. ഗൈസ് നമുക്ക് ഈ വഴി ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ ആയിക്കൂടെ തപ്പി നടന്നു. നമുക്ക് ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് പിന്നെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചാൽ. സോ നമുക്ക് കുറച്ച് ദൂരം പോവാം. ഒരു എത്ര ബ്ലോക്ക് പോകേണ്ടി വരും എന്ന് അറിഞ്ഞൂടെ, ഒരു 1500 ബ്ലോക്ക് പോകേണ്ടി വരാം. സോ നമ്മൾ കഴിച്ചൊരു റൂയിൻ്റെ പോർട്ടൽ കാണുന്നു. ഗൈസ് 2 ഗോൾഡൻ ആപ്പിൾ. ഓക്കെ ഗൈസ്, നമ്മൾ അങ്ങനെ ദൂരെ ഒരു വില്ലേജ് കാണുന്നു. ലെറ്റ്സ് ഗോ. ഗൈസ് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാൻ പോകുന്നത് സ്പോണിലാണ്. സോ അതൊരു 100, 200, 400 ബ്ലോക്സ് എവേ ആയിരിക്കും. സോ ഐ തിങ്ക് സ്പോണിൽ ഉണ്ടാക്കുന്നത് ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. സോ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ലൂട്ടാം. ആദ്യം ബെഡിൽ റീസ്പോൺ സെറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ റെയ്ഡ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസാണ് കിട്ടിയത്. സോ ഇവിടെ തന്നെ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക, നമുക്ക് ഇവിടുത്തെ വില്ലേജസിനെ തന്നെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമുക്ക് അയൺ ഫാം അങ്ങോട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ സ്പോൺസറായിരുന്ന വെബ്സോബത്ത് എന്ന ഇൻസ്റ്റഗ്രാം സ്റ്റോറാണ്. അതിൻ്റെ ഈ ഇൻസ്റ്റഗ്രാം സ്റ്റോറിൽ ഈ കാണുന്ന പോലത്തെ കുറേ ഷൂസ്, വാച്ചസ്, എൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു ലിമിറ്റഡ് ടൈം ഓഫറാണ്. വിത്ത് റിട്ടേൺ കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 25% വരെ ഡിസ്കൗണ്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ബൈ 1 get 1 ഫ്രീ ഉണ്ട് വാച്ചസിനെല്ലാം. ചെക്ക് ഔട്ട് ഗൈസ്. സ്പോണാകാൻ തുടങ്ങി. എൻ്റെ അത്യാവശ്യം ലൂട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം അയണിവിടെ ആൻഡ് ഓൾസോ അത്യാവശ്യം അയണിവിടെ ഉണ്ട്. കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അയൺ ഫാമിൽ അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. അത്യാവശ്യം എന്താ പറയുക, നമുക്ക് ലൂട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. അത്യാവശ്യം ഡ്രോപ്പൊക്കെ കിട്ടുന്നുണ്ട്. ആൻഡ് അയൺ ഫാം ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്തതിന് കുറേ എന്തൊക്കെയോ പറഞ്ഞിരുന്നു, അതൊന്നും കിട്ടിയില്ല. ആൻഡ് ബേസിക്കലി ഞാനൊരു ട്യൂട്ടോറിയൽ കണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. ആൻഡ് ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഈ ഒരു AFK സ്പോട്ട് അതിലുള്ളതിൽ ഞാൻ ഉണ്ടാക്കി വെച്ചാണ്. ആൻഡ് ഗൈസ് നമ്മളിപ്പോൾ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണേ, ഈ അയണെല്ലാം യൂസ് ചെയ്തിട്ട് അവിടെ നമ്മളെ കണ്ടുപിടിച്ച വില്ലേജിൽ ഒരു ട്രേഡിങ് ഹാൾ സെറ്റാക്കിയിട്ട് ആ ട്രേഡിങ് ഹാൾ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയമണ്ട് ആർമർ സെറ്റാക്കാൻ പോവാണ്. സോ ഇപ്പോൾ കിട്ടിയ അയൺസൊക്കെ നമുക്ക് അങ്ങനെ എടുത്തേക്കാം. നമുക്ക് ഏകദേശം 54 അയൺ സെറ്റായിട്ടുണ്ട്. നമുക്കിത് കൊണ്ടുപോയിട്ട് നമുക്കൊരു ട്രേഡിങ് ഹാൾ സെറ്റാക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള എല്ലാ എന്താ പറയുക വർക്ക് സ്റ്റേഷൻസും അങ്ങ് എടുക്കുക. സോ നമുക്ക് ജോലി പോയ വില്ലേജസിനെ കാണാൻ പറ്റും. ജോലി പോയ വില്ലേജസ് ഉണ്ടായാലുള്ളൂ നമുക്ക് അവർക്ക് ജോലി കൊടുത്തിട്ട് നമുക്ക് സെറ്റാക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമുക്ക് ഡയമണ്ട് ആർമർ ആക്കാൻ വേണ്ടത് ഇതേപോലത്തെ സ്മോക്കർ വെച്ചിട്ടുള്ള വില്ലേജർ ഉണ്ടാക്കണം. അതായത് ആർമറിന് വേണം, ആർമറർ, ടൂൾ സ്മിത്ത് ആൻഡ് വെപ്പൺ സ്മിത്തിനെ വേണം. എന്നാലുള്ള നമുക്ക് സെറ്റാക്കാൻ പറ്റുക. ഫസ്റ്റ് നമുക്കിവിടെ കുറച്ച് കോളൊക്കെ കൊടുത്തിട്ട് എമറാൾഡ് മേടിക്കണം.
പക്ഷേ ഫസ്റ്റ് നമുക്ക് ഇവനെ എന്താ പറയുക ലെവൽ 2 ആക്കണം. ലെവൽ 2 ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു എമറാൾഡ് കുറച്ച് സെറ്റാക്കാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എമറാൾഡ് ആയതുകൊണ്ട് നമുക്കൊരു 9 എമറാൾഡ് ആയതുകൊണ്ട് സോ നമുക്ക് നൈസിൽ ആ ഒരു ആർമർ അങ്ങോട്ട് മേടിച്ചേക്കാം. നമുക്ക് കോഡ് കൊടുത്തിട്ട് ഇവിടെ കുറച്ച് ഗൈസ് നമ്മുടെ കോള് തീർന്നിരിക്കുകയാണ് ഗൈസ്. നമുക്ക് ഇനി ബാക്കി കോള് മൈൻ ചെയ്ത് വരാം. വീണ്ടും കോള് മൈൻ ചെയ്യാൻ പോവാം. ആൻഡ് കോളൊക്കെ മൈൻ ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് നമുക്ക് സെറ്റാക്കാം ഗൈസ്. നമുക്ക് കോളൊക്കെ മൈൻ ചെയ്തിട്ടാണ് ലെവലപ്പ് ചെയ്ത് ലെവൽ 2 ആക്കിയുള്ളൂ. നമുക്ക് അയൺ കൊടുത്തിട്ട് എമറാൾഡ് ഇട്ടുള്ള ട്രേഡ് കിട്ടുക. അത് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം സെറ്റാണ്. പിന്നെ അവിടെ നമുക്ക് ഗൈസ് അങ്ങനെ ലെവൽ 2 ആയിട്ടിട്ട് കുറേ നേരം ഇവിടെ അങ്ങോട്ട് AFK നിൽക്കാം ഗൈസ്. അങ്ങനെ സംഭവം രാവിലെ ആയി. നമുക്കിനി ഇവിടെ എത്ര ഇതിൻ്റെ നോക്കാം. അതിൻ്റെ മുമ്പ് കുറച്ച് ആൾക്കാരെ കൊല്ലാണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള തൽക്കാലത്തേക്ക് ആവശ്യത്തിനുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. ബാക്കി നമുക്ക് പിന്നെയും AFK നിന്ന് നമുക്ക് ഓഫ് ക്യാമറയിൽ ചെയ്യാം ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ പിന്നെയും അങ്ങനെ AFK നിന്ന് ഏകദേശം ഒരു ദിവസത്തോളം ഏകദേശം 1 മണിക്കൂർ അതിൽ കൂടുതൽ നല്ല ടൈം AFK നിന്നിട്ട് ഇത്രയും അതിന് സെറ്റാക്കിയിട്ടുണ്ട്. നമുക്ക് ഇത് വെച്ചിട്ട് എല്ലാം സെറ്റാക്കാം. ഇതല്ല ഇനിയും AFK നിൽക്കേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നണേ. സോ ലെറ്റ്സ് ഗോ. ഐ തിങ്ക് ഗൈസ് മറ്റവർ ഇത്ര കൊടുത്തിട്ട് ആയില്ല. ആൻഡ് ഇവന് ട്രേഡ് ലോക്കും ചെയ്തു ഗൈസ്. നമുക്ക് കോൾ മൈൻ ചെയ്യാൻ പോവാം. ഐ ഗസ് ഫാസ്റ്റർ ആയിരിക്കും. രണ്ടും കൂടി അൺലോക്ക് ആയിട്ടുണ്ട്. സോ ഇത് നമുക്ക് അങ്ങ് മാക്സ് ആക്കിയേക്കാം. പിന്നെ പിള്ളേണെല്ലാം നമുക്ക് അങ്ങ് കൊടുത്തേക്കാം. അങ്ങനെ നമുക്കൊരു ബൂട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതൊക്കെ സെറ്റാക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ പിന്നെയും AFK നിന്നെല്ലാം സെറ്റാക്കി നമുക്ക് ആർമറിൻ്റെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ ഹെൽമെറ്റ് ആൻഡ് ബൂട്ട്സ് ഹെൽമെറ്റ് ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ചെസ്റ്റ് പ്ലേറ്റ് അവിടെ കിടക്കുന്നുണ്ട്. അപ്പുറത്തെ വില്ലേജസിൻ്റെ അടുത്ത് നമ്മളെ പാൻറ് ഉണ്ട്. ഒരു വില്ലേജർ അപ്പുറത്ത് പോയി കിടക്കുകയാണ്. പിന്നെ നമുക്ക് നമ്മുടെ ടൂൾസും കൂടി സെറ്റാക്കാണ്ട്. ആർമർ ഫുള്ള് സെറ്റായിട്ടില്ല. എന്നാലും ആർമർ ഫുള്ള് പർച്ചേസ് ചെയ്യാനുള്ള എമറാൾഡ് സെറ്റായിട്ടില്ല. അതൊക്കെ നമുക്ക് സെറ്റാക്കണമെങ്കിൽ നമുക്ക് നേരെ നമ്മുടെ ടൂൾസ് ഉണ്ടാക്കാൻ പോവാം. അപ്പം നമുക്ക് അവർക്കും കൂടി എമറാൾഡ് അയൺ സെല് ചെയ്തിട്ട് എമറാൾഡ് മേടിക്കാൻ പറ്റും. സോ നമുക്ക് അങ്ങനെ അതൊക്കെ സെറ്റാക്കണമെങ്കിൽ ഒരു വെപ്പൺ സ്മിത്തിനെയും ടൂൾ സ്മിത്തിനെയും വേണം. അതിനുള്ള വർക്ക് സ്റ്റേഷൻസ് ഉണ്ടാക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ ഫുൾ അയൺ ആർമർ ടൂൾസ് എല്ലാം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ടൂൾസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എൻജോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഈ ഒരു വില്ലേജസിനൊക്കെ നമുക്കൊരു ട്രെയിനിങ് ഹാളിൽ കൊണ്ട് സെറ്റ് ചെയ്യാനുണ്ട്. ആൻഡ് അതൊക്കെ സെറ്റ് ചെയ്യാം. അടുത്ത എപ്പിസോഡിൽ ഇതൊരു ട്രെയിനിങ് ഹാളാക്കി മാറ്റും. ഈ ഒരു സ്ഥലത്ത് തന്നെ ടെറോം ചെയ്തിട്ട് ഒരു ട്രെയിനിങ് ഹാളാക്കി മാറ്റാൻ പോവുകയാണ് ഇതൊക്കെ പൊട്ടിച്ചിട്ട്. ആൻഡ് ഗൈസ് വീഡിയോ എത്ര ഉള്ളു ഗൈസ്. അപ്പോൾ ഹോപ്പ് ഗൈസ് വീഡിയോ എത്ര ഉള്ളൂ. ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ ആൻഡ് ബൈ ബൈ. ഇപ്പം വെബ്സോപ്പത്തിൽ ഷോപ്പ് ചെയ്യുമ്പോൾ വിതർ 10 കോഡ് അടിക്കാൻ മറക്കണ്ട. അപ് ടു 25% ഓഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.